ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ. ആദിവാസികളായ പളിയരുടെ പരമ്പരാഗത നൃത്തരൂപമായ പളിയ നൃത്തവുമായി സ്കൂൾ കലോത്സവ നൃത്തവേദിയിലെത്തിയ വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിന് മത്സരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചു. യൂട്യൂബിലെ ദൃശ്യങ്ങളുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾ സ്വന്തമായി ചിട്ടപ്പെടുത്തിയ ചുവടുകളാണ് സമ്മാനത്തിന് അർഹമാക്കിയത്. ആദിവാസി വിഭാഗമായ പളിയരുടെ പരമ്പരാഗത നൃത്തരൂപമായ പളിയ നൃത്തവുമായി സ്കൂൾ കലോത്സവ മത്സരവേദിയിലെത്തിയ വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിന് ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചു. യൂട്യൂബിലെ ദൃശ്യങ്ങളുടെ സഹായത്തോടെ വിദ്യാർത്ഥിനികൾ സ്വന്തമായി ചിട്ടപ്പെടുത്തിയ ചുവടുകളുമായാണ് വേദിയിലെത്തിയത്. ഇടുക്കി ജില്ലയിലെ കുമളിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഈ ആദിവാസി വിഭാഗം താമസിക്കുന്നത്. ഇവരുടെ ആരാധനാമൂർത്തിയാണ് ഏഴാത്ത് പളിച്ചി. പളിയക്കുടിയിലെ പ്രധാന ദേവതയാണ് മാരിയമ്മ. മാരിയമ്മ കോവിലിലെ ഉത്സവത്തിന്റെ ഭാഗമായാണ് പളിയ നൃത്തം അവതരിപ്പിക്കുന്നത്. ആകർഷകങ്ങളായ ആഭരണങ്ങളും വസ്ത്രങ്ങളും പളിയ നൃത്തത്തിന്റെ പ്രത്യേകതയാണ്. അണിയുന്ന കുപ്പായം ഇഞ്ച കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. തൊപ്പിമരം ചതച്ചിട്ടാണ് ഉടുപ്പായി ഉപയോഗിക്കുന്നത്. മുഖത്തെഴുത്തിന് ഉപയോഗിക്കുന്ന നിറമുണ്ടാക്കുന്നത് കാട്ടിൽ ലഭിക്കുന്ന രാമക്കല്ല എന്ന ഒരുതരം കല്ലുരച്ചെടുത്താണ്. തേക്കിന്റെ ഇല പിഴിഞ്ഞെടുത്ത ചാറുകൊണ്ടാണ് ചുവന്ന നിറമുണ്ടാക്കുന്നത്. പാട്ടിനൊപ്പം മുളം ചെണ്ട, നഗാര, ഉടുക്ക്, ഉറുമി, ജാലറ, ജലങ്ക തുടങ്ങിയ ഉപകരണങ്ങളാണ് വാദ്യങ്ങളായി ഉപയോഗിക്കുന്നത്. സ്കൂളിലെ 8, 9 ക്ലാസ്സുകളിൽ പഠിക്കുന്ന 10 പേരാണ് പളിയ നൃത്തത്തിൽ പങ്കെടുത്തത്. എൽന എൽദോസ്, ടിയാന ചാൾസ് എന്നിവർ കൊട്ടിപ്പാടിയപ്പോൾ നേഹ അനീഷ്, അനീറ്റ ഗീവർഗീസ്, അനീറ്റ പൗലോസ്, ആവണി എ, അനന്യ എ, അസ്നു സുജി, എഫ്ര സാജു, ഇഷാറ ജന്ന എന്നീ 8 പേർ നൃത്തം ചവിട്ടി. മുളം ചെണ്ട, ഉടുക്ക്, ജലങ്ക എന്നീ വാദ്യോപകരണങ്ങളാണ് വേദിയിൽ ഉപയോഗിച്ചത്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ.